എറണാകുളം ജില്ലയിലെ ഏലൂർ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘം വാർഷിക പൊതുയോഗം അംഗവിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിച്ചു. ICM തിരുവനന്തപുരം സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ ഉപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PH സാബു ക്ലാസ് എടുത്തു. ഏലൂർ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ സഹകാരികളെയും ICM തിരുവനന്തപുരത്തിന് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സംഘത്തിൻ്റെ പ്രസിഡന്റ് മുൻ ജോയിന്റ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള ശ്രീമതി തങ്കമണി സാറ്, ഏലൂരിൻ്റെ നഗരസഭ അധ്യക്ഷയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൊതുരംഗത്തെ നിറസാന്നിധ്യവുമായ ശ്രീമതി CP ഉഷ, സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, ഇവിടെ എത്തിയിട്ടുള്ള ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ പരമാധികാരികളായിട്ടുള്ള സംഘാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അധ്യക്ഷ സ്വാഗത പ്രസംഗങ്ങളിലും ഇവിടെ വ്യക്തമാക്കിയതുപോലെ സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു പഠന ക്ലാസ്, മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അത് ആദ്യമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കുന്നതെന്ന് സംഘ പ്രസിഡന്റും സ്വാഗത പ്രാസംഗിയെല്ലാം പറഞ്ഞു. സംഗതി ശരിയാണ്. നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി മാറ്റങ്ങളുടെ ഭാഗമാണ് ഈ മാറ്റം. ഇന്ന് കേരളത്തിലെമ്പാടും ICM തിരുവനന്തപുരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നമുക്കറിയാം, ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനമുണ്ട്, സംഘം ജീവനക്കാർക്ക് പരിശീലനമുണ്ട്, സഹകാരികൾക്ക് പരിശീലനം പലപ്പോഴും വേണ്ടത്ര ഉണ്ടാവാറില്ല. അപ്പം ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി രാജ്യത്തും കേരളത്തിലും സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ സഹകാരി ബോധവൽക്കരണ പരിപാടികൾ, അംഗവിദ്യാഭ്യാസ പരിപാടികൾ കേരളത്തിലെമ്പാടും നടന്നവരാണ്. അപ്പം അത് ചില സ്ഥാപനങ്ങളിൽ പൊതുയോഗത്തോടനുബന്ധിച്ചാണ് ചെയ്യുക. മറ്റു ചില സ്ഥാപനങ്ങളിൽ കുറേ കൂടി സമയമെടുത്ത് പ്രത്യേകമായി മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നടത്തുന്ന സംഘങ്ങളുണ്ട്. അത് അതാത് സഹകരണ സ്ഥാപനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കരണീയമായ കാര്യം. എന്തുകൊണ്ടാണ് സഹകാരികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം വേണ്ടി വരുന്നത് എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ചോദ്യമാണ്, അല്ലേ? ഇന്ന് നമ്മൾ ഇന്നലകളിൽ കേൾക്കാത്ത, കഴിഞ്ഞ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ കരുവന്നൂരിന് മുമ്പും കരുവന്നൂരിന് ശേഷവും എന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തിയാൽ നമുക്കതിനെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവിശ്വാസത്തിൻ്റെയും കൃത്രിമത്വത്തിൻ്റെയും എല്ലാം ഒരു വലിയ കഥകൾ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലും അപൂർവം ചില സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലും കാണപ്പെട്ടു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ സംസ്ഥാനത്ത് 23,400 സഹകരണ സ്ഥാപനങ്ങളുള്ള ഒരു നാടാണ് ഈ കൊച്ചു കേരളം. 23,400 സഹകരണ സ്ഥാപനങ്ങളിൽ 10-15 സ്ഥാപനങ്ങളിലാണ് ക്രമക്കേടുകൾ ഉണ്ടായത്. എന്നാൽ കേവലം ആ ക്രമക്കേടുകൾ, ആ സഹകരണ മേഖലയ്ക്കുണ്ടായ അപഖ്യാതി ആ സ്ഥാപനങ്ങളിൽ ഒതുങ്ങി നിന്നില്ല. മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു, വലിയ പ്രചാരണങ്ങൾ നടത്തി. കേരളത്തിലെ സഹകരണ മേഖല ആകെ തകരാൻ പോകുന്നു എന്ന് പറയുന്ന പ്രചാരണം സംഘടിപ്പിച്ചു. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച 10 രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന് അദ്ദേഹം ഉറപ്പു നൽകിക്കൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടില്ലേ. സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് ശക്തമാക്കുന്നത് നമ്മൾ കണ്ടു. വലിയ സഹകാരി ബോധവൽക്കരണങ്ങൾ കേരളത്തിലെമ്പാടും സംഘടിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കാനുള്ള പ്രവണത ഉയർന്നു വന്നപ്പോൾ അതിനെ തടുക്കാൻ ഈ സഹകാരി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെ 23,400 സഹകരണ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും 8-10 സഹകരണ സ്ഥാപനങ്ങളിൽ ഒരു തെറ്റായ പ്രവണത ഉണ്ടായാൽ അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ ആകെ പ്രശ്നം എന്ന രീതിയിലേക്ക് ഒരു ചിന്ത സ്റ്റേജിൽ മാധ്യമങ്ങൾ ഉയർത്തിവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ സഹകാരികളിലെ സഹകരണ മേഖല എന്താണെന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഓരോ സ്ഥാപനങ്ങളും എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ള കൃത്യമായ ബോധവൽക്കരണം സഹകാരികൾക്കുണ്ടെങ്കിൽ മാത്രമാണ് കേവലമായ മാധ്യമ വിചാരണയിൽ
കേരളത്തിലെ സഹകരണ മേഖലയെ തകരാതെ പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഓരോ സഹകാരിയും അവൻ പ്രതിദാനം ചെയ്ത സഹകരണ സ്ഥാപനത്തിന്റെ കാവലാളായി മാറുക. ആ സ്ഥാപനത്തിന്റെ സ്ഥിതിവിവര കണക്കുകളെ സംബന്ധിച്ചും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒരംഗത്തിന്റെ അവകാശങ്ങളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും എല്ലാം അവർ ബോധവൽക്കരിക്കപ്പെടുക. ഇതെല്ലാമാണ് അംഗബോധവൽക്കരണ അല്ലെങ്കിൽ അംഗവിദ്യാഭ്യാസ പരിപാടിയുടെ ലക്ഷ്യങ്ങൾ. നേരത്തെ ഏതെങ്കിലും നമ്മൾ സഹകരണ വാരാഘോഷത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പൊതുവായ സെമിനാറുകളായിരുന്നു അംഗവിദ്യാഭ്യാസത്തിന്റെ വേദികളെങ്കിൽ ഇന്ന് പൊതുയോഗങ്ങളും ഇതുപോലെയുള്ള മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ MEP പ്രോഗ്രാമുകൾ കേരളത്തിലാകെ സഹകരണ സ്ഥാപനങ്ങളിൽ സംഘടിപ്പിച്ചു വരികയാണ്. അപ്പോൾ ഇന്നലെ ഇല്ലാത്തൊരു കാര്യം കാണുമ്പോൾ ഇതൊരു പുതിയ കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് കേരളത്തിൽ നടക്കുകയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആമുഖമായി ഞാൻ ഈ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ സംഘത്തിന്റെ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ നേരത്തെ തങ്കമണി സാർ പറഞ്ഞ പോലെ 2 മാസങ്ങൾക്ക് മുമ്പ് സർക്കിൾ യൂണിയൻ യോഗം കഴിഞ്ഞ് വരുമ്പോൾ ഒരുമിച്ചുള്ള യാത്രയിലാണ് സാർ ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പൊതുയോഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ നിങ്ങളെപ്പോലെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചു. ഏലൂർ വനിതാക്ഷേമ സഹകരണ സംഘം സ്ട്രോങ് ആണോ എന്ന് ഞാൻ ചുമ്മാ കണക്കുകളിലൂടെ ഞാൻ നോക്കി. എനിക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങൾക്കാർക്കും മനപ്രയാസത്തിൻ്റെ കാര്യമില്ല. നിങ്ങൾ അംഗമായിട്ടുള്ള ഏലൂർ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘം സാമ്പത്തിക കണക്ക് ശാസ്ത്രത്തിൽ ശക്തമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് ഈ രംഗത്ത് 10-30 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ എനിക്കിതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്നാണ്. ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ ഒരു സഹകരണ സ്ഥാപനം 2009 രജിസ്റ്റർ ചെയ്യുകയും 2010 ജനുവരി 9 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഒരു സഹകരണ സ്ഥാപനം അതിൻ്റെ സാമ്പത്തിക കണക്കിൽ 15 വയസ്സും അതിൻ്റെ യഥാർത്ഥ വയസ്സ് 16 വയസ്സിന് മേൽ ആവുമ്പോൾ, കാരണം നമ്മൾ 15ാമത് പൊതുയോഗത്തിലെ കണക്ക് അടുത്ത വർഷം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 16ാമത്തെ വയസ്സിലേക്ക് ഒരു സഹകരണ സ്ഥാപനം 16 വയസ്സാവുമ്പോൾ അത് ഏതാണ്ട് 7 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപവും 34,77,000 രൂപ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും 4.78 കോടി രൂപ വായ്പ ബാക്കിയും ഉള്ള ഒരു സഹകരണ സ്ഥാപനമായി വളരുക എന്ന് പറയുന്ന സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം കണക്കല്ല. ഇപ്പൊ വയനാടിലെ സഹകരണ സ്ഥാപനങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും ദുർബലമായ സഹകരണ മേഖലയുള്ള ഒരു ജില്ലയാണ് വയനാട്. അവിടെ 14ഓളം സഹകരണ വയനാട്ടിലെ സഹകരണ സംഘങ്ങളുടെ ആവറേജ് ഡെപ്പോസിറ്റ് എടുത്താൽ 7 കോടി വരുള്ളൂ. ആവറേജ് ഡെപ്പോസിറ്റ് വയനാട് സഹകരണ സ്ഥാപനങ്ങളിലെ. അപ്പോൾ വയനാട് ജില്ലയിലെ ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ നിക്ഷേപ അടിത്തറയുള്ള സംഘമാണ് എറണാകുളം ജില്ലയിലെ 66 വനിതാ സഹകരണ സംഘങ്ങളിൽ ഒന്നായ ഏലൂർ വനിതാ ക്ഷേമ സഹകരണ സംഘം എന്നുള്ളത്. ശക്തമായ സാമ്പത്തിക കണക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ സഹകാരികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശം സഹകരണ സ്ഥാപനത്തിന്റെ പരമാധികാരികളല്ല. അഭിമാനത്തിന്റെ കണക്കുകളുള്ള ഒരു സഹകരണ സ്ഥാപനത്തിന്റെ നിക്ഷേപം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു ധനകാര്യ മാനേജ്മെന്റ് അല്ല ഏലൂർ വനിതാ ക്ഷേമ സഹകരണ സംഘത്തിനുള്ളത്. നിക്ഷേപങ്ങൾ സുരക്ഷിതമാണ്. സ്വന്തമായി നിസ്സാരമായ നാളുകൾക്കുള്ളിൽ സ്വന്തമായി സ്ഥലവും കെട്ടിടവും പണിയാൻ കഴിഞ്ഞ കേവലം 16 വർഷം കൊണ്ട് അത് ആർജിച്ച ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ, അതിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, അംഗങ്ങൾക്ക് അഭിമാനിക്കാം. അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഓഹരിയെടുത്ത് അവർ നിക്ഷേപിച്ച് അവർ അതിൻ്റെ ഭാഗമായ സഹകരണ സ്ഥാപനം അത് സുതാര്യമായാണോ പ്രവർത്തിക്കുന്നത്, അത് പിന്നോട്ടാണോ മുന്നോട്ടാണോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തിന്റെ കണക്കാണെന്ന് അഭിമാനത്തിന്റെ കണക്കുകളും അഭിമാന ബോധത്തോടെ ഇരിക്കുന്ന ഈ സഹകാരി സമൂഹത്തോട് അത് ഒന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം സഹകാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞു, സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ കേവലമായ ഒരു കൂട്ടായ്മയല്ല. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ 1 ലക്ഷത്തോളം സഹകരണ ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു നാടാണ് കേരളം. 23,400 സഹകരണ സ്ഥാപനങ്ങളുള്ള ഒരു നാടാണ് കേരളം. 957 വനിതാ സഹകരണ സംഘങ്ങൾ ഈ സംസ്ഥാനത്ത് 2024 ജൂലൈ മാസത്തെ കണക്കനുസരിച്ച് 957 സഹകരണ സ്ഥാപനങ്ങൾ വനിതാ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലുണ്ട്.
66 സഹകരണ സ്ഥാപനങ്ങൾ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ 1 ലക്ഷത്തോളം ജീവനക്കാർ കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ സഹകരണ മേഖലയുടെ ആകെ നിക്ഷേപം എടുത്താൽ 2 ലക്ഷം കോടി നിക്ഷേപമുള്ള ഒരു മേഖലയാണത്. 1.8 ലക്ഷം കോടി വായ്പ ബാക്കിയുള്ള ഒരു മേഖലയാണത്. അപ്പോൾ അതിശക്തമായ ഒരു സഹകരണത്തിന്റെ നാടാണ് കേരളം. കേരളം പലതിനും മാതൃകയാണ്. നമ്മളെല്ലാം പറയും നമ്പർ 1 കേരളം അല്ലേ, ദൈവത്തിന്റെ സ്വന്തം നാട്. ഇത് സഹകരണത്തിന്റെ കൂടി സ്വന്തം നാടാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ കൂടിയിരിക്കുന്നു, നമ്മൾ വെറുതെ ഒരു വാർഷിക പൊതുയോഗത്തിൽ കൂടിയിരിക്കുന്ന ആളുകളല്ല. കാരണം ഇതിനൊരു പ്രത്യേക ശാസ്ത്രമുണ്ട്, സഹകരണത്തിനൊരു പ്രത്യേക ശാസ്ത്രമുണ്ട്. വെറുതെ ഒരു ദിവസം ഉണ്ടായപ്പോൾ രൂപം കൊണ്ടതല്ല കേരളത്തിലെയോ ഇന്ത്യയിലെയോ സഹകരണ പ്രസ്ഥാനം. സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, അത് നിയമപരമായി രൂപം കൊള്ളുന്നത് 1904-ലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് സഹകരണം. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയും ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ കർഷകരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ ഭരിക്കുകയാണ് ഇന്ത്യൻ കർഷകർ എന്നാണ് നമ്മൾ കർഷകരെ കുറിച്ച് പറഞ്ഞത്. ഇന്ത്യൻ കർഷകർ എന്ന് പറയുന്നത് ധനികനായിരുന്നില്ല, അവന് ഇല്ലാ കഥകളാണ് പറയാനുണ്ടായിരുന്നത്. അങ്ങനെ ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളും ഉണ്ടായിരുന്ന ഇന്ത്യ രാജ്യത്ത് കർഷകരുടെ ഇടയിൽ ഉയർന്നു വന്ന വലിയ പ്രതിഷേധം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഉയർന്നു വന്നപ്പോൾ അതിനെ എങ്ങനെ ശമിപ്പിക്കാം എന്ന് ബ്രിട്ടീഷ് സർക്കാർ ചിന്തിച്ചതിന്റെ ഭാഗമാണ് 1904 കാലയളവിൽ സഹകരണ സംഘങ്ങളെ രൂപീകരിക്കാൻ ആലോചിച്ചത്? ബ്രിട്ടീഷ് സർക്കാർ ആലോചിച്ചു. ഈ സഹകരണ സംഘങ്ങൾ ഓരോ നാട്ടിലും ആരംഭിക്കുന്നതോടുകൂടി പ്രാദേശികമായ സഹകരണ കൂട്ടായ്മകളും സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളും നടക്കും. അങ്ങനെ ഒരുവൻ എല്ലാവർക്കും, എല്ലാവരും ഒരുവന് എന്നല്ലേ സഹകരണത്തിന്റെ മുദ്രാവാക്യം? നമ്മൾ കേട്ടിട്ടില്ലേ? ഈ മേഖലയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ പറയണേ? ഓൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ. ഒരുവൻ എല്ലാവർക്കും, എല്ലാവരും ഒരുവന്. നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അല്ലേ? നമുക്ക് ഒറ്റയ്ക്ക് മാത്രമായി വ്യതിരിക്തമായ ഒരു നിലനിൽപ്പുണ്ട്. എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുമോ? ഒരു അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അവന് സമൂഹത്തിൽ നിന്ന് വേറിട്ട ഒരു നിലനിൽപ്പ്. സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റി സ്ഥാപിച്ചാൽ ഒരു മത്സ്യത്തെ കരക്കി പിടിച്ച് ഇട്ടാൽ അത് കിടന്ന് പിടയ്ക്കണമെന്നും കുറച്ച് സമയമൊക്കെ അതിങ്ങനെ നിൽക്കും, അത് കഴിയുമ്പോൾ പിടയ്ക്കാൻ തുടങ്ങും. നമുക്ക് പറ്റുമോ? ഏകാന്തമായ കോവിഡ് കാലത്ത് നമ്മൾ എത്ര വിവൃത്തത്തോടു കൂടി സഹിച്ചവരാണ് ഇല്ലേ? അടച്ചുപൂട്ടപ്പെട്ട മുറികളിൽ നാം ഇരുന്നപ്പോഴാണ് നമുക്ക് സാമൂഹ്യ സഞ്ചാരത്തിന്റെയും സോഷ്യൽ എക്സിസ്റ്റൻസിന്റെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കിയത് അല്ലേ? ശുദ്ധവായുവിന്റെയും തുറസായ സ്ഥലങ്ങളിൽ നമ്മൾ നടക്കുന്നതിന്റെയും ഒക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലായത് അന്നല്ലേ? അല്ലേ? അതെല്ലാം നമ്മൾ അനുഭവിച്ചു. അപ്പൊ മനുഷ്യന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റുമോ? അപ്പൊ സഹകരണം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. മനുഷ്യന്റെ ആവിർഭാവ കാലഘട്ടത്തോട് അതിന് പഴക്കമുണ്ട്. സഹവർത്തിത്വത്തിന്റെ നമുക്ക് പരസ്പരം സഹകരിക്കാതെ മുന്നോട്ട് പോകില്ല. എനിക്ക് എൻ്റെ കയ്യിൽ പണമുണ്ട്, സഹോദരിക്ക് തരാൻ എനിക്ക് വിശ്വാസമില്ല, പകരം ഞാൻ ഒരു സ്ഥാപനത്തിൽ നൽകാൻ തയ്യാറാണ്. ഇതാണ് സഹകരണം. അങ്ങനെ നിരവധി പേർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സഹായിക്കുക. അവർ അവരുടെ കയ്യിലുള്ള മിച്ച സമ്പാദ്യങ്ങൾ, ചെറിയ നാണയത്തുട്ടുകൾ, അതെല്ലാം അവരുടെ സഹകരണ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. ആ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ഒരു ഭരണസമിതി വരുന്നു, അതും സഹകാരികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. അവർ അത് നോക്കി നടക്കുന്നു. ചെറിയ ബിസിനസ്, ആ ബിസിനസിന്റെ ഭാഗമായി ലാഭം ഉണ്ടാവുന്നു. അതുകൊണ്ട് ആ സ്ഥാപനത്തിന് ആദ്യം തന്നെ ഓഫീസും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ നമ്മൾ നിലനിർത്തുന്നു. അത് കഴിഞ്ഞ് പണം ബാക്കിയുണ്ട്. ആ ലാഭം ആരിലേക്ക് തന്നെ വീതിക്കുന്നു? സഹകാരികളിലേക്ക് തന്നെ വീതിക്കുന്നു. ഞാൻ നടത്തിയ നിക്ഷേപത്തിന് നമ്മുടെ സാമൂഹ്യ ഘടനയ്ക്ക് ചേർന്ന വിധം, സാമ്പത്തിക ഘടനയ്ക്ക് ചേർന്ന വിധം ഒരു പലിശ നിശ്ചയിച്ച് സംഘം നൽകുന്നു. എൻ്റെ പണം എന്നെ പോലെ നിരവധി പേർ ഈ പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി ആരേൽപ്പിച്ചു? സഹകരണ സ്ഥാപനത്തെ ഏൽപ്പിച്ചു, നാണയ സംഘത്തെ ഏൽപ്പിച്ചു. ആ നാണയ സംഘത്തിന്റെ മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഒരു ലാഭക്കണ്ണില്ലാതെ അതിനെ നല്ല നിലയിൽ നോക്കി നടത്തിയതിന്റെ ഭാഗമായി ലാഭം, ആ ലാഭത്തിൽ ഞാൻ അപ്പൊ അതാണ് ഒരുവൻ എല്ലാവർക്കും, എല്ലാവരും ഒരുവനും. റിസ്ക് കുറഞ്ഞു ഇല്ലേ? എൻ്റെ കയ്യിലുള്ള പണം ഞാൻ സഹോദരിക്ക് തരുമ്പോൾ സഹോദരി എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇടപാട് ഒരു പറ്റം ആളുകൾ പൊതുകേന്ദ്രത്തിൽ, ആ പൊതുകേന്ദ്രം അത് കൈകാര്യം ചെയ്തു.
അതിന് നിയമത്തിന്റെ പിൻബലമുണ്ട്. വ്യക്തിഗത ബാങ്കിങ്ങിന്റെ ദൗർബല്യമില്ല. സഹകരണ നിയമത്തിന്റെ പിൻബലമുണ്ട്. ആ പിൻബലത്തിൽ പണം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സംഘത്തെ പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റൂല. നിക്ഷേപം എന്ന നിക്ഷേപം സുരക്ഷിതമല്ലേ? ആണ്. അപ്പൊ ഈ നിക്ഷേപത്തിലല്ലേ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒരു സഹകാരിക്ക് കഴിയണം. സഹകരണ സ്ഥാപനത്തിന് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗം ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ പ്രസ്ഥാനം നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ 1956 കേരളപ്പിറവി. കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. തിരുവിതാംകൂറിലും കൊച്ചിയിലും മദ്രാസി പ്രദേശങ്ങളിലും എല്ലാ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ 1967 EMS സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ സഹകരണ സ്ഥാപനങ്ങളിലെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിലാകെ ഒരു സഹകരണ നിയമം PR കുറിപ്പാണ് ബില്ല് കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചത്. 1969 കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് നാണയ സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ ശക്തി പ്രാപിച്ചു വരുന്നു. വിവിധ പ്രവിശ്യകളിൽ വിവിധ രീതികൾ നിലനിന്ന നാട്ടുരാജ്യങ്ങളിൽ നിലനിന്ന സഹകരണ നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് EMS സർക്കാർ കേരളത്തിൽ ആദ്യമായി 1969 സഹകരണ നിയമം കൊണ്ടുവരുന്നു. 110 വകുപ്പുകൾ. അപ്പൊ നമുക്ക് നിയമത്തിന്റെ പിൻബലമായി 110 വകുപ്പുകളിലൂടെ അനുബന്ധ ചട്ടങ്ങളിലൂടെ ഉറപ്പാക്കപ്പെടുന്ന പരിരക്ഷ ആര് കൊണ്ടുവന്നു? കേരളത്തിലെ EMS സർക്കാർ. PR കുറിപ്പായിരുന്നു എന്ന് സഹകരണത്തിന്റെ വകുപ്പ് വന്നു. അപ്പൊ നമ്മൾ കൊടുത്ത പണം പോവോ? ഇന്ന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വന്നു. 2024 വീണ്ടും സഹകരണ നിയമം ഭേദഗതി ചെയ്തു. ഡിസംബറിൽ അല്ലേ? സമഗ്രമായ ഭേദഗതി. പുതിയ കാലഘട്ടത്തിലെ കരുവന്നൂർ തന്ന അനുഭവം വെച്ചുകൊണ്ട് ഉറങ്ങിയിരിക്കുകയല്ല സർക്കാർ ചെയ്തത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിക്ഷേപ ഗ്യാരണ്ടി അതിനെ ശക്തമാക്കി. 5 ലക്ഷം രൂപ വരെ നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടിയുള്ള സ്ഥാപനങ്ങളായിട്ട് ഇതിനെ പരിവർത്തനം ചെയ്തു. നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് 1976 ഇപ്പൊ ഏലൂർ സംഘത്തിന്റെ പേര് വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘം. നാളെ ചിലപ്പോൾ ഇതിന്റെ ബൈലോ ഭേദഗതി ചെയ്ത് സർക്കാർ പോളിസി അനുകൂലമായാൽ സംഘത്തിന്റെ പേര് ഏലൂർ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ ബാങ്ക് എന്നായേക്കാം. 1976 നമ്മുടെ നാട്ടിൽ ആദ്യമായി നിക്ഷേപ സമാഹരണ യജ്ഞം വരുന്നത്. അത് അന്ന് ഈ നിക്ഷേപ സമാഹരണ യജ്ഞം വരുമ്പോൾ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് നിക്ഷേപം പിരിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസർമാര്, ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിമാര്, സംഘം പ്രസിഡന്റുമാര്, നാട്ടിലെ പൊതുകാര്യ പ്രസക്തര്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾ എല്ലാം ചേർന്ന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, AR എല്ലാം ചേർന്ന വലിയ ഒരു വൃന്ദമാണ് ചെറിയ നിക്ഷേപം കിട്ടാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചത്. അതിന്റെ ഭാഗമായി കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് നിക്ഷേപം ഒഴുകിയെത്തി. 1976 നിക്ഷേപ സമാഹരണത്തിന് ശേഷം സമാഹരണ യജ്ഞം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 2 ലക്ഷം കോടി നിക്ഷേപ അടിത്തറയുള്ള കേരളത്തിൽ അതിബൃഹത്തായ സഹകരണ മേഖല. കേരള ബാങ്ക് നൂറ്റായതിനു ശേഷം പ്രാഥമിക സഹകരണം. അതിന്റെ തന്നെ വേറൊരു വിങ്ങായി പ്രവർത്തിക്കുകയാണ് വനിതാ സഹകരണ സംഘങ്ങൾ. അപ്പൊ കേരളത്തിലെ സഹകരണ മേഖലയുടെ വികാസ പരിണാമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ആധുനിക ഇന്ത്യയിലേക്ക് വന്നു. കേരളത്തിലാകട്ടെ പടർന്നു പന്തലിച്ച ഒരു സഹകരണ മേഖലയാണ് നമുക്ക് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളത്, ഇത് കേവലമായ ഒരു കൂട്ടായ്മ മാത്രമല്ല, ഇതിനൊരു ഇസമുണ്ട്. സഹകരണത്തിനൊരു പ്രത്യേക ശാസ്ത്രമുണ്ട്, സഹകരണ തത്വങ്ങളുണ്ട്. 7 സഹകരണ തത്വങ്ങളാണ് ഏതൊരു സഹകരണ സ്ഥാപനത്തെയും നയിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത്. അംഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൊസൈറ്റി നിക്ഷേപിക്കുന്ന പ്രത്യേക ശാസ്ത്രമുണ്ട് എന്ന് പോലും ഇതിലെ ഓരോ സഹകാരികളും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഈ നമ്മുടെ പ്രിൻസിപ്പിൾസിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമാകമാനമുള്ള പ്രസ്ഥാനമാണ്. ഇതിന് അന്താരാഷ്ട്രമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ICA എന്നാണ് അതിന്റെ നാമധേയം, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. ഈ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ് കാലാകാലങ്ങളിൽ സഹകരണ തത്വങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. ഈ സഹകരണ തത്വങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കേവലം നിക്ഷേപം മേടിച്ച് വായ്പ കൊടുത്ത് അല്ലെങ്കിൽ ജപ്തി ചെയ്തു ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഇതല്ല സഹകരണം. ഒരു ഇസമുണ്ട്, ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. ആ പ്രത്യയ ശാസ്ത്രത്തിന് അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. 7 സഹകരണ തത്വങ്ങളാണ് ഏതൊരു സഹകരണ സംഘത്തെയും നയിക്കേണ്ടത്. അതിൽ ആദ്യത്തെ തത്വം എന്ന് പറയുന്നത് തുറന്നതും സ്വമേധയാവുന്നതുമായ അംഗത്വം. വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. എന്താണ് വളണ്ടറി?
ചുരുക്കം വാക്കുകളിൽ നമുക്ക് അതിനൊന്ന് സ്പർശിച്ചു പോകാം. തുറന്നത്, സ്വമേധയാ ഉള്ളത്. പലപ്പോഴും സഹകരണ സ്ഥാപനങ്ങളിൽ അംഗത്വമെടുക്കാൻ നാം മടിച്ചു നിന്നപ്പോൾ സംഘത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ പൊതുകാര്യ പ്രസക്തരോ ഒക്കെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇല്ലേ? നമുക്ക് സംഘടിക്കണം, നമ്മുടെ സംഘം കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്, നമുക്ക് അതിന്റെ ഭാഗമായി ആ കുടക്കീഴിൽ നമുക്ക് ഈ സപ്തവർണ്ണങ്ങളുടെ കീഴിൽ വിദ്യയോ നമുക്ക് അണിനിരക്കാം എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് നിങ്ങൾ വടിയെടുത്ത് ഒന്ന് അടിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ സഹകരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളാക്കിയത്. അതിന്റെ പൊതുവായ സാധ്യതകൾ ഇതിന്റെ സാരഥികൾ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടാവും, ഇല്ലേ? നിങ്ങൾ തുറന്ന മനസ്സോട് കൂടിയായിരിക്കണം ഒരു സഹകരണ സംഘത്തിൽ അംഗമാവേണ്ടത്. ആരെങ്കിലും ബലം പ്രയോഗിച്ച് ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അംഗങ്ങളാവേണ്ടവരാണോ നമ്മൾ? നിർബന്ധത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അല്ലേ? ഉന്തി മരം കയറ്റുക, അല്ലേ? അങ്ങനെയല്ലേ പറയണേ? കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. ഒരു സഹകരണ സംഘത്തിൽ അംഗമാവുന്നതോടുകൂടി താൻ പ്രതിദാനം ചെയ്യുന്ന ആശയം എന്നാണെന്നും സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ അതിനോട് സഹകരിക്കും എന്ന് പറയുന്നതാണ് അംഗത്വം. ഓരോ അംഗത്വ അപേക്ഷയുടെയും താഴെ സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, കാലാകാലങ്ങളിലുള്ള അതിന്റെ നിബന്ധനകൾ ഞാൻ പാലിച്ചുകൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നവരാണ് ആര്? സഹകാരി. ഇവിടെ നിർബന്ധത്തിന് പ്രസക്തിയില്ല. ഇത് വളരെ തുറന്നതും സ്വമേധയാ ഉള്ളതുമായ അംഗത്വമാണ്. മറ്റൊന്ന് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ജനാധിപത്യ നിയന്ത്രണമാണ് ഏതൊരു സഹകരണ സ്ഥാപനത്തിന്റെയും. കേവലം നോമിനേറ്റഡായ ഭരണാധികാരികളാണോ ഇവിടെ ഉണ്ടാവുന്നത്? അല്ലല്ലോ. അപൂർവം ഭരണസ്തംഭനുണ്ടായ സർക്കാർ അഡ്മിനിസ്ട്രേറ്റർമാരെ വച്ചേക്കാം. പൊതുവെ ഏലൂർ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘം രൂപീകരിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായോ ബഹുമാനപ്പെട്ട സംഘമിസ? ഇല്ല. അത് വലിയ നേട്ടമാണ്, ജനാധിപത്യത്തിന്റെ തിളക്കം. അപ്പോ ഏലൂർ വനിതാ ക്ഷേമ സഹകരണ സംഘത്തിലെ അംഗങ്ങളെ സംബന്ധിച്ച് ഇതെങ്ങനെ നയിക്കണം, ഇതിന്റെ ലീഡേഴ്സ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആരാ? സഹകാരികൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ ദൈനംദിന ഭരണത്തിന്റെ ചുമതല ആർക്ക് കൈമാറിയിരിക്കുന്നു? 3500 സഹകാരികൾക്ക് ഓരോ ദിവസവും വന്നേച്ച സഹകരണ സംഘത്തിന്റെ കണക്കുകൾ പരിശോധിക്കാൻ പറ്റുമോ? ജീവനക്കാരെ നിയന്ത്രിക്കാൻ പറ്റുമോ? അതിനു പകരം ഒരു ചെറിയ സബ് കമ്മിറ്റിയെ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് ഭരണസമിതി. ചുരുക്കം ചില ആളുകൾ നോക്കി നടത്താൻ വേണ്ടി സമൂഹത്തിൽ സൽപ്പയിലുള്ളവർ ഇതിന് 10 പൈസ പറയാതെ ഇതിനൊരു കാലിച്ചായ കുടിക്കാതെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവർ, അവരെയല്ലേ നിങ്ങൾ ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്? അതിന്റെ പേരാണ് ജനാധിപത്യ നിയന്ത്രണം, ഡെമോക്രാറ്റിക് കൺട്രോൾ. ഇപ്പോൾ നിങ്ങൾ ഈ കൂടിയിരിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രോളാണ്. ഉദ്യോഗത്തിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി പ്രസിഡന്റുകളെല്ലാം റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും, കണക്കുകൾ അവതരിപ്പിക്കും, ഭാവി പദ്ധതികൾ അവതരിപ്പിക്കും. ഈ പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളാണ്. വെറുതെ 10 രൂപയുടെ ഓഫർ എടുത്ത ആളുകൾ മാത്രമല്ല. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായം അടിസ്ഥാനപരമായ കാര്യം സ്ഥാപനത്തിന്റെ നല്ലതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ അഭിപ്രായങ്ങൾ. കേവലം വ്യക്തിപരമായ ഏതെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനോ നമുക്ക് ദോഷയുക്തായ കാര്യങ്ങൾ പറഞ്ഞ് സംഘത്തഴിഞ്ഞ് അപകീർത്തിപ്പെടുത്താനോ ഉള്ള ചർച്ചകളാണോ നമ്മുടെ ജനാധിപത്യപരമായ നിയന്ത്രണം? സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഭരണസമിതിയെ സഹായിക്കാൻ കഴിയുന്ന സമൂർത്തമായ ചർച്ചകൾ പൊതുയോഗങ്ങളിൽ നിന്ന് ഉണർന്നു വരണം. അതും ഒരു ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. ഡെമോക്രാറ്റിക് കൺട്രോളിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഈ സ്ഥാപനത്തിന്റെ ബഡ്ജറ്റ് പാസ്സാക്കുന്നവരാണ് പൊതുയോഗമല്ലേ. അടുത്ത ഒരു നിശ്ചിത വർഷക്കാലം അല്ലെങ്കിൽ ഒരു വർഷം അതിന്റെ വരും മുതലാളികൾ കണക്കാക്കി, ചെലവുകൾ കണക്കാക്കി അതെങ്ങനെ നടത്തണമെന്ന് നിങ്ങളാണ് ആര് പ്രധാനപ്പെടുത്തുന്നത്? ഇതിനെ മാറ്റിക്കൊടുക്കാൻ കഴിയുന്ന ബൈലോ ഭേദഗതികൾ ആര് കൊണ്ടുവരുന്നു? ഭരണസമിതി പൊതുയോഗത്തിൽ കൊണ്ടുവരുന്നു. അതിന് അംഗീകാരം കൊടുക്കുന്ന ആരാ? പൊതുയോഗമല്ലേ. അപ്പൊ നിയന്ത്രണം എങ്ങനെയാണ് എന്ന് വെച്ച് സംഘം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു. സഹകരണ നിയമത്തിലെ വകുപ്പ് 27 പ്രകാരം പരമാധികാര സഭയാണ് ആര്? പൊതുയോഗം. പരമാധികാര സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തും ചെയ്യാനുള്ള ലൈസൻസുള്ള സഭ എന്നുള്ളതാണോ പരമാധികാര സഭ എന്നുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പരിഗണനയ്ക്ക് വരുന്ന കാര്യങ്ങളിലാണ് നമുക്ക് പരമാധികാരം, അല്ലേ? ഇപ്പൊ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ നിയമിക്കാനുള്ള അധികാരം ഭരണസമിതിക്കാണ്, അല്ലേ? അപ്പൊ പൊതുയോഗം പറയാണ് ഞങ്ങളാണ് പരമാധികാര സഭ. പൊതുയോഗത്തിന് ആളെ നിയമിക്കാൻ പറ്റുമോ? അത് ചെയ്യുന്നത് ഭരണസമിതിയാണ്. ദൈനംദിന കണക്കുകൾ എഴുതുന്നത് സെക്രട്ടറിയാണ്. ദൈനംദിന കണക്ക് എഴുതാൻ വേണ്ടി ഭരണസമിതി വിചാരിക്കാൻ പറ്റുമോ? ഭരണസമിതി എന്ത് പരിശോധിക്കും?
സെക്രട്ടറി എഴുതുന്ന കണക്ക് ശരിയാണോ എന്ന് ആര് പരിശോധിക്കും? ഭരണസമിതി പരിശോധിക്കും. അവർ മാസാന്ത്യം പരിശോധിക്കും, വരവ് ചെലവുകൾ പരിശോധിക്കും, ഓഡിറ്റിന് കണക്കുകൾ കൊടുക്കും. ഓഡിറ്റ് കണക്കുകളുമായിട്ട് ഏതിലേക്ക് വരും? വീണ്ടും ജനങ്ങളിലേക്ക്, സഹകാരികളിലേക്ക്. അപ്പോൾ ആരാ പരമാധികാര സഭ? പരമാധികാരം എന്ന് പറയുന്നത് ഒരു ആപേക്ഷികമായ പദപ്രയോഗമാണ്. അത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. നമ്മുടെ മുമ്പാകെ വരുന്ന കാര്യങ്ങളിൽ, പരിഗണനയ്ക്ക് വരുന്ന കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കാൻ വേണ്ടി പരമാധികാരം. ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ പൊതുയോഗം എന്ന് പറയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം, ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ? അത് പരമാധികാരമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പാകെ നമുക്ക് ചുമതലപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ എന്തുള്ളൂ? പരമാധികാരം. മറ്റൊന്ന് മെമ്പേഴ്സ് ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അംഗങ്ങളുടെ സാമ്പത്തിക പങ്കാളിത്തം. ഒരാള് 10 രൂപയുടെ ഷെയർ എടുത്തിട്ട് അല്ലെങ്കിൽ 5 രൂപയുടെ ഷെയർ എടുത്തിട്ട് പോകാൻ അവന്റെ മിച്ച സമ്പാദ്യങ്ങൾ അവൻ എവിടെ കൊണ്ടുവരണം? സംഘത്തിൽ കൊണ്ടുവരണം. അവിടെ ചിട്ടി വയ്ക്കുന്നു അല്ലെങ്കിൽ MDS വയ്ക്കുന്നു. തന്നാലാവുന്ന ഒരു കുറി എവിടെ ചേരണം? സംഘത്തിൽ ചേരണം. തനിക്കൊരു ചെറിയ സാമ്പത്തിക ആവശ്യം വന്നു, റെയിൽ കമ്പനിക്കാരന്റെ കൂടെ പോകുന്നവരല്ല സഹകാരി, അതിൽ നിന്ന് മോചനം നേടാനാണ് ഈ സഹകരണ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ വായ്പാ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങോട്ട് വരണം? സംഘത്തിലേക്ക് വരുന്നു. മറ്റൊന്ന്, ഇനി വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കണ്ടേ? വേണ്ടേ? ആ കാര്യങ്ങളിൽ നമ്മൾ വേണ്ടതാണോ? ആണോ? അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരു സഹകാരി എന്ന് പറഞ്ഞാൽ ഞാൻ വായ്പ എടുക്കാൻ വേണ്ടി വരുന്ന ആൾ മാത്രമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അയാൾക്ക് തെറ്റി. വായ്പ എടുക്കുന്ന പണം കൃത്യമായി തിരിച്ചടയ്ക്കാൻ കൂടി ഉത്തരവാദിത്തമുള്ള ആളുടെ പേരാണ് ഇത് സഹകാരി. ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത് ഒരു ഗിഫ്റ്റ് കിട്ടി, ആ ഗിഫ്റ്റ് വാങ്ങുന്ന ആളുടെ പേരാണ് സഹകാരി. നെവർ. അതൊരു സന്തോഷം മാത്രമാണ്. കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കുന്നു അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളങ്ങൾ. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ സഹകരണ സ്ഥാപനങ്ങളിൽ മിച്ച സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സഹകാരിയെ സംബന്ധിച്ച് അയാൾക്ക് എന്തിനും കൂടി ബാധ്യതയുണ്ട്? ഒറ്റയ്ക്കൊരു കാര്യം നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് പോവാം. ഞാൻ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചു. ആ ബാലൻസ് ഷീറ്റില് 4,43,00,000 രൂപ ആർക്ക് കൊടുത്തു? സഹകാരികൾക്ക് വായ്പയായി കൊടുത്തു. നിങ്ങളുടെ പൊതുയോഗ റിപ്പോർട്ടിലെ 11ാം പേജിൽ മുതലിൽ കാണാൻ കഴിയും. അതിൽ കിട്ടാനുള്ള പലിശ എന്ന് കാണിച്ചിരിക്കുന്നത് 34,80,000 രൂപയാണ്. കണ്ടോങ്ങള്, സഹകാരികൾ എടുത്ത വായ്പയിൽ അവർ എന്തു കൊടുക്കാനുണ്ട്? എന്നാൽ സംഘത്തിന്റെ കണക്ക് നോക്കൂ. അതിന്റെ കടഭാഗത്ത് 10ാം പേജിൽ കൊടുക്കാനുള്ള പലിശ 18,76,000 രൂപയാണ്. അപ്പൊ സൊസൈറ്റി നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള പലിശ എല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സംഘത്തിന് കിട്ടാനുള്ള പണം ഇവിടെ കൃത്യമായി തിരിച്ചു വന്നോ? അപ്പൊ സഹകാരികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയോ? സത്യസന്ധമായി നാം പരിശോധിച്ചാൽ നിറവേറ്റിയോ? നമ്മുടെ ബാധ്യതയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയില്ലേ? അപ്പോ എന്തു സംഭവിച്ചു? അപ്പോ ഒരു കാര്യം സംഭവിച്ചു. ആ ബാലൻസ് ഷീറ്റിന്റെ ഇടതുവശത്ത് കടം ഭാഗത്ത് എന്ത് ചെയ്തു? കുടിശ്ശിക പലിശയ്ക്ക് കരുതൽ 28,44,722 രൂപ. തങ്കമണി സാറ് ഓഡിറ്റിനെ കൊണ്ട് പറഞ്ഞ് എന്ത് മാറ്റിവെപ്പിച്ചു? അവർ അടച്ചില്ലെങ്കിൽ പോലും ഈ പണം എവിടെ മാറ്റിവെക്കണം? ഭരണസമിതിയുടെ തീരുമാനമാണ്, നിയമമാണ്, ചട്ടമാണ്, ഓഡിറ്റിന്റെ മാനദണ്ഡമാണ്. അപ്പൊ നിങ്ങൾക്ക് 34 ലക്ഷം രൂപ പലിശ കിട്ടാനുള്ളതില് 28 ലക്ഷം രൂപയും കാലാവധി കഴിഞ്ഞ പലിശയാണ്, കുടിശ്ശിക പലിശയാണ്. ആ 28 ലക്ഷം രൂപ അങ്ങനത്തെ കണക്കാണ് ഇവിടെ ആര് കൊണ്ടുവന്നിട്ടുള്ളത്? 7 കോടി നിക്ഷേപ അംഗങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ 4,43,50,000 രൂപ വായ്പ കൊടുത്തു സഹകരണ. ഇനി നിക്ഷേപങ്ങൾ സ്ട്രോങ് ആണോ എന്ന് നമുക്ക് വീണ്ടും പരിശോധിക്കാൻ അവസരമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. നമ്മൾ നോക്കൂ, 6.94 കോടി, ഞാൻ 7 കോടി എന്ന് റൗണ്ട് ചെയ്തു പറഞ്ഞതാണ്. 6.94 കോടി നിക്ഷേപമുള്ളപ്പോ 4.78 കോടി രൂപ ഈ സംഘം വായ്പ നൽകി. കൂടാതെ നിക്ഷേപകർ എപ്പോൾ വന്നാലും പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി 2,66 ലക്ഷം രൂപ സംഘം കേരള ബാങ്കിൽ FDI നിക്ഷേപിച്ചിരിക്കുന്നു. 2.66 കോടി, വലിയ ശക്തി. അപ്പൊ ആളുകൾക്ക് കൊടുത്ത വായ്പയും കേരള ബാങ്കിൽ ഇട്ട പണം കൂടി കൂട്ടി എത്ര വരും? 7.44 കോടി ആയിട്ട് ഏത് മാറുന്നു? ഈ 7.44 നമ്മൾ 6.94 കോടിയുടെ നിക്ഷേപം കുറച്ചാൽ അപ്പോഴും 50 ലക്ഷം രൂപ, 1/2 കോടി രൂപ ശക്തി എവിടെയുണ്ട്? ഇപ്പൊ സംഘം സ്ട്രോങ് ആണോ?
വന്നിരിക്കുന്ന സഹകാരികൾ ഏതെങ്കിലും കിട്ടാക്കുറ്റി സ്ഥാപനത്തിലാണോ ഷെയർ എടുത്തത്? ഏതെങ്കിലും കിട്ടാക്കുറ്റി സ്ഥാപനത്തിലാണോ നിങ്ങൾ നിക്ഷേപിച്ചത്? നിങ്ങൾക്ക് ചിട്ടി ചേരാൻ ഭയപ്പെടണോ? ഇവിടെ പണം നിക്ഷേപിക്കാൻ ഭയപ്പെടണോ? നിങ്ങൾ സാമ്പത്തികമായി ശക്തിയുള്ള ഒരു സ്ഥാപനത്തിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സംഘത്തിന്റെ കണക്കിൽ സഹകാരികൾ വായ്പെടുത്ത് 38 ലക്ഷം രൂപ സംഘത്തിന്റെ കണക്കിൽ നഷ്ടമാണ്. നമുക്ക് തന്നാണ്ടത്തെ നഷ്ടം 21,14,000 രൂപയാണ്. മുന്നാണ്ടുണ്ടായിരുന്ന നഷ്ടം കൂടി കൂട്ടുമ്പോൾ അത് 38,33,000 നമുക്ക് വല്ല ഭയപ്പെടാനുണ്ടോ? നമുക്ക് പലിശ എത്ര കിട്ടാനുണ്ട്? 34,80,000 രൂപ പലിശ കിട്ടാനുണ്ട്. നിക്ഷേപവും വായ്പ ബാക്കി ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഈ കാണുന്ന സ്ഥലമുണ്ട്, കെട്ടിടമുണ്ട്. കൂടാതെ 28 ലക്ഷം രൂപ റിസർവ് ആയിട്ട് എങ്ങോട്ട് മാറ്റിവെച്ചു. മറ്റു കരുതലുകൾ വേറെ. അപ്പോ അതിശക്തമായ ഒരു സഹകരണ സ്ഥാപനത്തിലെ അംഗങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ മെമ്പേഴ്സ് ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞത് നമ്മളുടെ നിക്ഷേപ വായ്പാ ഘടനയുമായി ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്, സ്വയം ഭരണവും സ്വാതന്ത്ര്യവും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ തന്നെ ഒരു വിപരീത രൂപമാണത്. സ്വാതന്ത്ര്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇല്ലേ? പരിഗണനയ്ക്ക് വരുന്ന കാര്യങ്ങളിൽ പരമാധികാര സഭയാണ് പൊതുയോഗം. സംഘത്തിന്റെ ഭരണം നിങ്ങൾ തിരഞ്ഞെടുത്ത ഭരണസമിതിയിലാണ് അല്ലെ? അപൂർവമായിട്ടൊരു സ്തംഭനം ഉണ്ടായാൽ മാത്രമാണ് ആര് വരുള്ളൂ? അഡ്മിനിസ്ട്രേറ്റർ വരികയുള്ളൂ. മറ്റൊന്ന് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, വിദ്യാഭ്യാസം, പരിശീലനം, വിവരശേഖരണം. ഏതിന് വേണം? ഇത് സഹകരണ തത്വമാണ്. ഇത് കേവലമായിട്ട് തങ്കമണി സാറ് എന്നെ വിളിച്ചതുകൊണ്ട് മാത്രമല്ല, ഇത് സഹകരണ തത്വത്തിന്റെ ഭാഗമാണ്. ഈ അടിസ്ഥാനത്തിൽ മാത്രമേ സൊസൈറ്റിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സഹകരണ തത്വത്തിലെ 5ാമത്തെ ഇനമാണേത്? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ നാളെ ഏലൂർ ക്ഷേമോദ്ധാരണ സഹകരണ സംഘത്തെ കുറിച്ച് ഒരു വ്യാജ വാർത്ത വന്നാൽ, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വ്യക്തിവിരോധം വെച്ച് പോസ്റ്റ് ഇട്ടാൽ, ഈ സംഘത്തെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുമോ? അത് കേട്ടിട്ട് നമ്മൾ ആരെങ്കിലും നിക്ഷേപം പിൻവലിക്കാൻ വരുമോ? നമ്മുടെ സ്വർണ്ണം പണയം വെച്ചൊക്കെ പിറ്റേഴ്സ് തന്നെ എടുപ്പിച്ചേക്കാൻ നമ്മൾ കരുതുമോ? സംഘത്തിനെതിരെ വ്യാജ ആരോപണം വന്നു. സൊസൈറ്റിയെ കുറിച്ച് വെൽ അവെയർ ആവാൻ അംഗങ്ങൾക്ക് ട്രെയിനിങ്, ജീവനക്കാർക്ക് ട്രെയിനിങ്, ഭരണസമിതി അംഗങ്ങൾക്ക് റൂൾ 50A പ്രകാരം പരിശീലനം. ഈ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങളും അത്തരത്തിലുള്ള പരിശീലനത്തിന് വന്നിരുന്നു. അപ്പൊ പരിശീലനത്തിന് അറിവ് നേടാൻ ഈ അറിവ് ഭരണസമിതി ജീവനക്കാരും മാത്രം നേടിയാൽ മതിയോ? അംഗങ്ങൾ കൂടി ബോധവൽക്കരണമുള്ള ഒരു സംഘത്തിന് മാത്രമേ കെട്ടുറപ്പുണ്ടാവുള്ളൂ. അടിത്തറ സ്ട്രോങ് ആയാലല്ലേ നമ്മൾ നിലനിൽക്കുള്ളൂ. ബേസ്മെന്റ് കറക്റ്റായിരിക്കണ്ടേ? ബേസ്മെന്റ് സഹകാരി. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. മറ്റൊന്ന് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്, സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം. അത് വലിയൊരു പ്രിൻസിപ്പിളാണ്. ഇപ്പൊ ഏലൂർ വനിതാ ക്ഷേമ സഹകരണ സംഘത്തിൽ ഒരു വേറിട്ട ദ്വീപല്ല. തൊട്ടടുത്ത് ഏലൂർ സർവീസ് സഹകരണ ബാങ്കുണ്ട്, റൂറൽ സഹകരണ സംഘമുണ്ട്, മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്കുണ്ട്, കളമശ്ശേരി ബാങ്കുണ്ട്. ഇതെല്ലാം തമ്മിൽ സഹകരണത്തിൻ്റെതായ ഒരു സഹകരണം, ഒരു കൊടിക്ക് കീഴിൽ അണിനിരുന്നവരാണ് നിങ്ങൾ. ഈ 7 സഹകരണ തത്വങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ നമ്മൾ തനിച്ചാണോ? മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അരിസ്റ്റോട്ടിൽ പറഞ്ഞില്ലേ? ശരിയല്ലേ? CP ഉഷയും പ്രസിഡന്റും ഒക്കെ സംസാരിച്ചപ്പോൾ അതിന്റെ വേഗതര കാര്യം. ഒരു സഹകരണ സ്ഥാപനം കേവലമായി ലാഭത്തിൽ മാത്രം അതിന് കേവലം ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ്റെ മാനസികാവസ്ഥയോടുകൂടി, ഒരു ഷൈലോക്കിന്റെ ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് ഒരു സഹകരണ സ്ഥാപനം. അത് സാമൂഹ്യ പ്രതിബദ്ധത സ്ഥാപനം. ഇവിടെ ഉണ്ടായ ഒരു ലാഭത്തിന്റെ ഗുണം നമുക്ക് അംഗങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് കൊടുക്കാനും ആർക്ക് ബാധ്യതയുണ്ട്? കെയർ ഹോം പദ്ധതി നമ്മുടെ നാട്ടിലുണ്ടായി. ഈ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ആരാ മുന്നോട്ട് വന്നത്? സഹകരണ സ്ഥാപനങ്ങൾ. നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, പല സഹകരണ സ്ഥാപനങ്ങളും സെക്യൂരിറ്റി പെൻഷൻ തുക കൊടുത്തിട്ടില്ലേ? KSRTC സാമൂഹ്യ പെൻഷനിലേക്ക് വേണ്ടി പല സംഘങ്ങളും നിക്ഷേപം കൊടുത്തിട്ടില്ലേ? സാമൂഹ്യക്ഷേമ പെൻഷന് പണം സംഘങ്ങളുടെ അല്ലേ? നീതി മെഡിക്കൽ സ്റ്റോറുകൾ പല സ്ഥലത്തും പ്രവർത്തിക്കുന്നു. മരുന്നിന് 40% വിലക്കുറവില്ലേ? ഇല്ലേ?
റേഷൻ ഷോപ്പുകൾ ചില സംഘങ്ങൾ നടത്തുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയല്ലേ? സൂപ്പർ മാർക്കറ്റുകൾ ചില സംഘങ്ങൾ നടത്തുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയല്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പ് ഈ സംഘം നടത്തുന്നു, അതിനേക്കാൾ വില കുറവ്, സാമൂഹ്യ പ്രതിബദ്ധതയല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിജയിച്ച് മിടുക്കിയായ ആളുകളെ ആദരിക്കാൻ വേണ്ടി സഹകരണ സ്ഥാപനം മുന്നോട്ട് വരുന്നു. വലിയ കാര്യമല്ലേ? ഒരു ചേർത്ത് പിടിക്കലല്ലേ? അതല്ലേ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഞാൻ എൻ്റെ ക്ലാസിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നാം കേരളത്തെ സുശക്തമായ വനിതാ സഹകരണ മേഖലയുടെ ഭാഗമാണ്. നമുക്ക് സംസ്ഥാന തലത്തിൽ ഒരു വനിതാ ഫെഡറേഷൻ, സംസ്ഥാന ഗവൺമെൻറ് 2024-25 വർഷക്കാലം 250 ലക്ഷം രൂപയാണ് കേരളത്തിലെ വനിതാ സഹകരണ സംഘങ്ങളുടെ വികസനത്തിന് വേണ്ടി. ഞാൻ 1/7/2024 കണക്കാ പറയുന്നത്. 757 സഹകരണ സംഘങ്ങൾക്ക് വനിതാ സംഘങ്ങളുടെ പുനരുജ്ജീവനത്തിനും തൊഴിൽ വർദ്ധിപ്പിക്കാനും കരുതുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ 250 ലക്ഷം രൂപയുടെ സ്കീമാണ് സംസ്ഥാന ഗവൺമെൻറ് 2024-25 കൊടുത്തത്. 2025-26 ഫണ്ടുണ്ട്, 26-27 ഫണ്ടുണ്ട്. പലത് പദ്ധതികൾ ആവിഷ്കരിക്കാനും വനിതാ ഫെഡിൻ്റെ സഹായത്തോടു കൂടിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയുമെല്ലാം വലിയ പദ്ധതികൾ നടപ്പാക്കാൻ ആർക്ക് പറ്റും? ഇതെല്ലാം കഴിയണമെങ്കിൽ സംഘത്തെ സാമ്പത്തികമായി ശക്തിയുള്ളതാക്കി മാറ്റും. മറ്റൊന്നെന്താ? നമുക്കറിയാം, ഈ കളമശ്ശേരിയെ മാറ്റിമറിച്ച സംരംഭക വിപ്ലവം, അതിൻ്റെ ഈറ്റിലം ഈ കളമശ്ശേരിയാണ്. 2023-24 ആരംഭിച്ച സംരംഭക വർഷം പദ്ധതിയിലൂടെ 5 ലക്ഷം തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. 2.5 ലക്ഷം സ്ഥാപനങ്ങളാണ് പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായത്. 5 ലക്ഷം തൊഴിലവസരങ്ങൾ, 2.5 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ. ഏറ്റവും പുതിയ കണക്കുകൾ വീണ്ടും വരും. ഞാൻ 2025 കാലഘട്ടത്തിൽ വീണ്ടും ആ കണക്ക് പെരുകും. ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതുള്ള നാടാണ് കേരളം. ഇത് ഈ നാട്ടിൽ നമ്മുടെ വ്യവസായ മന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംരംഭം ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത്. അത്തരം പദ്ധതികളുടെ സാധ്യത കൂടി നൂലാമാലകളില്ലാതെ ഏകജാലക സംവിധാനത്തിലൂടെ ബിസിനസ്സുകൾ ആരംഭിക്കാനും വ്യവസായങ്ങൾ ആരംഭിക്കാനും എല്ലാം കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നലെ വഴിയൊരു വനിതാ സഹകരണ സംഘം ഒരു പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ കഴിയുന്ന വലിയ കാലതാമസമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. ഒറ്റ ക്ലിക്കിൽ ബിസിനസ്സിന് ലൈസൻസ് കിട്ടുന്ന നാടാണ് ഇത് കേരളം. ആ കേരളത്തിൻ്റെ ഭാഗമാണ് ഞാൻ വിളിക്കുന്നത്. ആ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഈ ഏലൂർ മുനിസിപ്പാലിറ്റിയും ഏലൂർ വനിതാ ക്ഷേമ സഹകരണ സംഘവും. അപ്പം നമുക്ക് ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട്, പ്രത്യേക ശിക്ഷയുണ്ട്. ആ പ്രത്യേക ശാസ്ത്രമാണ് ഇല്ലേ? അല്ലേ? ഗാന്ധിജി പറഞ്ഞു ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമാണ്. ഗാന്ധിജിയുടെ മനസ്സിൽ ഗാന്ധി പറയുന്ന കാലഘട്ടം നമ്മൾ ആലോചിക്കും. ഒന്ന് കാർഷിക മേഖലയ്ക്കായി നാട്ടിൽ ഏറ്റവും കാർഷികോൽപ്പന്നങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നും അവിടെ പ്രാദേശിക വിപണികൾ ഉണ്ടാവണമെന്നും അന്ന് ഗാന്ധി പറഞ്ഞു. ഇന്ന് ലോക ഭൂപടത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇല്ലേ? ലോകം ഒരു മാർക്കറ്റാണ്. ഗാന്ധിജി അന്നത്തെ കാര്യം പറഞ്ഞു. ഗാന്ധിജിയുടെ സ്വദേശി പ്രസ്ഥാനത്തിൽ സഹകരണത്തിൻ്റെ സന്ദേശങ്ങൾ കൂടി ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗാന്ധി പറഞ്ഞ വേറൊരു വാചകം എനിക്ക് നിങ്ങൾക്കും ബാധകമാണ്. ഗാന്ധിജി വേറൊരു കാര്യം കൂടി പറഞ്ഞു, കസ്റ്റമർ നമ്മളെ സംബന്ധിച്ച് കസ്റ്റമർ ആരാ? അംഗങ്ങളാണ് നമ്മുടെ കസ്റ്റമർ. കസ്റ്റമേഴ്സിൻ്റെ പരമാധികാരികളാണ്. അപ്പോൾ സേവനം നൽകുക എന്നുള്ളതാണ് ജീവനക്കാരുടെ കടമ. അദ്ദേഹം ജീവനക്കാർക്ക് സാരോപദേശം ഒരാളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലമായ ഒരു സൗജന്യം നൽകുകയല്ല. അവരെ സേവിക്കാൻ നമുക്ക് അവസരം കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഗാന്ധിജി പറഞ്ഞു. അപ്പം നമുക്ക് സഹകാരികളുടേതാണ് ഈ സഹകരണ സ്ഥാപനം. എന്നാൽ ഒന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നതിൽ ഓരോരുത്തർക്കും അവകാശാധികാരങ്ങളില്ല ഇല്ലേ? ജീവനക്കാർ, ഭരണസമിതി, പൊതുയോഗം, സഹകരണ വകുപ്പ് എല്ലാം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. നമുക്കറിയാൻ പാടില്ലേ, 4 തൂണുകൾ എന്ന് നമ്മൾ ജനാധിപത്യത്തിൽ പറയുന്ന പോലെ സഹകരണ ജനാധിപത്യത്തിൽ നമുക്ക് 4 തൂണുകൾ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇല്ലേ? പരമാധികാര സഭയായിട്ടുള്ള പൊതുയോഗം ഏതിലാ? തങ്ങളോട് പറയുന്ന കാര്യങ്ങളിൽ, നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളിൽ ആര് പരമാധികാര സഭ?
ചെറുപ്പക്കാർക്ക് ഭരണസമിതിക്ക് ഡേ ടു ഡേ അഫയേഴ്സ് എൻട്രസ്റ്റഡ് ഓൺ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കമ്മിറ്റി അല്ലേ, ദൈനംദിന ജോലികളുടെ ചുമതലയായ എക്സിക്യൂഷൻ ഓഫ് ഡേ ടു ഡേ വർക്ക് സെക്രട്ടറിയും ജീവനക്കാരും. ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല എന്താണ്? ഇവിടെ വന്ന് ക്യാഷ് ബുക്ക് എഴുതാന്നുള്ളതാണോ? അല്ല. ചെയ്യുന്ന കാര്യങ്ങൾ സെക്രട്ടറിയും ജീവനക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ ഭരണസമിതി പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുകയും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളാണ് ആർക്കുള്ളത്? സഹകരണ വകുപ്പിന്. അപ്പൊ നമ്മൾ ഒരു സഹകരണ സ്ഥാപനത്തിൽ അംഗമാകുന്നതോടുകൂടി നമ്മൾ നാടിന്റെ വികാസ പരിണാമങ്ങളുടെ ഭാഗമായി മാറുകയാണ്. ഒരു സഹകരണ സ്ഥാപനത്തിൽ അംഗമാകുന്നതോടുകൂടി വലിയ സ്നേഹക്കൂട്ടായ്മയിൽ നമ്മളൊരു അംഗമായി മാറുകയാണ്. ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്നുള്ളത് ഒരു സോഷ്യലിസത്തിന്റെ മഹത്തായ സങ്കല്പത്തിന്റെ കൂടി മറുവാക്കായി നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ കേവലമായി നമ്മളുടെ മിച്ച സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനും ഓഹരി വർദ്ധിപ്പിക്കാനും വായ്പയെടുത്താൽ കൃത്യമായി തിരിച്ചടയ്ക്കാനും തിരിച്ചടച്ചാൽ മാത്രമേ അതിന്റെ ലാഭം ഉണ്ടാവുമെന്ന് തിരിച്ചറിയുന്നവരാണ് സഹകാരികൾ. അപ്പോൾ ഒരുവന് വായ്പ അടയ്ക്കാതിരുന്നാൽ അത് എഴുതി തള്ളിപ്പൊക്കോളും എന്ന് പറയേണ്ടവനാണോ സഹകാരി? ആണോ? നിങ്ങൾ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്, അത് സംഘത്തിന്റെ നിലനിൽപ്പിന് ഞങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന തിരിച്ചറിവാണ് ഒരു സഹകാരിക്ക് ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള ചില നുറുങ്ങുകളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. കേരളത്തിലെ സഹകരണ മേഖലയെ സുശക്തമായ ഒരു മനുഷ്യ സേവന പ്രസ്ഥാനമായി നമുക്ക് മാറ്റിയെടുക്കരുത്. അതിന് സ്ത്രീ ശാക്തീകരണം ഏറെ സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, സർവം സഹയാണ് അല്ലേ, എല്ലാം കേൾക്കാം. നമുക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയ സാധ്യതകൾ, തൊഴിൽ മേഖലയുടെ വലിയ ഉപയോഗപ്പെടുത്തലുകൾ, ജനാധിപത്യ ചർച്ചകളുടെ വലിയ ചർച്ചകൾ, ശക്തമായ ഒരു സഹകരണ പ്രസ്ഥാനമായി ഏരൂരിലെ വനിതാ ക്ഷേമ സഹകരണ സംഘത്തിന്, വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘത്തിന് മാറാൻ കഴിയുന്നതാണ് ഇതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ. നമ്മുടെ പൊതുയോഗത്തെ സമൂർത്തമായ ഒരു പൊതുയോഗമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ICM തിരുവനന്തപുരത്തിൻ്റെ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിങ്ങളെ കാണാനും ഇവിടെ വരാനും കഴിഞ്ഞത് ഞാനൊരു ഭാഗ്യമായി കരുതുന്നു. എനിക്കതിന് അവസരം ഉണ്ടാക്കി തന്നെ ഈ ഭരണസമിതിയോടും വിശേഷിച്ച പ്രസിഡന്റിനോടും എല്ലാം എനിക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ പ്രകടിപ്പിക്കുന്നു. ICM തിരുവനന്തപുരത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു.